ഓണവില്ല് വരയ്ക്കുക എന്ന് മാത്രമല്ല, അതിൽ മിഴി തുറക്കുക എന്നുള്ളൊരു ചടങ്ങ് കൂടെ ഉണ്ട്. അത് ചെയ്യുന്നതും അതുപോലെ നമ്മളെ പൂജപ്പുര മണ്ഡപം, ആ മണ്ഡപത്തിൻ്റെ ശില്പിയും കൂടെയാണ് സുദർശൻ. നമസ്കാരം സാർ. സാർ, മിഴി തുറക്കുക എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങ് തന്നെയാണത്. അതെങ്ങനെയാണ് അതിൻ്റെ? അത് ഈ എല്ലാവരും ഇതിൽ പങ്കാളിയാണല്ലോ. എല്ലാ കളറുകളും ഇട്ട് അവസാനം ഈ 12 വില്ല് നമ്മുടെ ചടങ്ങിനുള്ള 12 വില്ല് അതിൻ്റെ മിഴികൾ തുറക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കാണത് എല്ലാവരും കൂടെ തന്നെന്ന് വേണമെങ്കിൽ പറയാം. അത് ഭഗവാന്റെ ഒരു നിശ്ചയമാണ്. അതൊരു ഏറ്റവും വലിയൊരു ഈ മുൻജന്മ സുഹൃതം എന്ന് പറയില്ലേ, അതാണ് എനിക്ക് വന്നിട്ടുള്ളത് ഭാഗ്യം. അത് മാത്രമല്ല, പൂജപ്പുര മണ്ഡപം അതിൻ്റെ ഒരു അത് എന്ത് പറയാം, നമ്മുടെ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ അമ്പലം ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ജനിച്ച സ്ഥലത്ത് ഒന്ന് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഭഗവാന്റെ ഈശാന പോലുള്ളതാണ് ദർശനം. അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ ഓണവില്ല് പത്മനാഭൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതിനൊരു ചടങ്ങുണ്ട്. അത് എങ്ങനെയാണ്? തലേ ദിവസമാണോ? തലേ ദിവസം ഇവിടെ ഉത്രാട പൂജയാണ്. ഈ ഭഗവാനെ വെച്ച് പൂജിച്ച് ഇട്ടാണ് ഞങ്ങൾ പിറ്റേ ദിവസം വെളുപ്പാൻ രാവിലെ 4 മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് ഈ അലങ്കരിച്ച വാഹനത്തിലാണ് പോയിട്ട് അവിടെ ഒരു കിഴക്കേ നടയിൽ അവിടെ നിന്ന് വന്നിട്ട് ഒരു പണ്ടൊക്കെ ആണെങ്കിൽ ഈ മണിയടിക്കാറുണ്ട്. ഞങ്ങൾ വന്നതായിട്ട് അറിയിക്കുന്നൊരിതുണ്ടായിരുന്നു. ഇപ്പോഴതൊന്നും ഇല്ല. പിന്നെ അവിടെ വന്നിട്ടാണ് പിന്നെ കാൽനടയായിട്ട് ഞങ്ങൾ ഇതിനെ ഭഗവാനെ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നിട്ട് വീണ്ടും അതിനൊരു പൂജയും കാര്യങ്ങളും അവിടെ പൂജ ഇല്ല. ഭഗവാൻ ഇവിടുന്ന് പൂജ, പിന്നെ അവിടെ സമർപ്പണമാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഓണവിൽ സമർപ്പണമാണ്. അത് അവിടെ പിന്നെ പൂജയും ഇതൊന്നും ഇല്ലല്ലോ. ഇതിനകത്ത് ഭഗവാന്റെ ഉദരഭാഗത്ത് ചാരി വയ്ക്കുകയാണ് ഈ എല്ലാ വില്ലും. ഓരോ ഭഗവാന്റെ അവിടെയും ഭാഗത്തിന്റെ അവിടെ ഈ 2 വില്ല് ഒരു ജോഡി വില്ലുകൾ ചാരി വെച്ചതിന് ശേഷം പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം ആദ്യത്തെ ദർശനം. ഈ ചടങ്ങ് കഴിഞ്ഞ് ആദ്യത്തെ ദർശനം നമുക്കാണ്. അതൊരു അവകാശം പോലെ. അത് നമ്മുടെ ഈ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നമ്മളിപ്പം സംസാരിക്കുമ്പോൾ അതിനൊരു തുപ്പൽ വിടാം. അപ്പോൾ അതൊന്നും നമുക്കറിയില്ലല്ലോ. അതൊരു ക്ഷമാപണം. അതിനു വേണ്ടിയാണ് ആദ്യം. അല്ലാതെ വെറുതെ നമുക്ക് വേണ്ടി ആദ്യത്തെ ദർശനം അങ്ങനെയുള്ളതല്ല. അവർ ക്ഷമാപണം പറയാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ആദ്യത്തെ ദർശനം. നൂറ്റാണ്ടുകളായിട്ട് നമുക്കതൊരു അവകാശം പോലെയാണ്. അതൊരു വലിയൊരു എന്താ പറയുക, അതൊക്കെ ഒരു പറയാൻ വാക്കുകളില്ല. അതുപോലെ തന്നെ 3 ദിവസമാണെന്ന് തോന്നുന്നു. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം. ചതയത്തിന്റെ അന്ന് തിരുവോണം, അവിട്ടം, ചതയം 3 ദിവസം. അതിനുശേഷം വില്ല് കൊട്ടാരത്തിലേക്ക് പൂജാ മുറിയിലേക്കാണ് സൂക്ഷിക്കും. അങ്ങനെയാണ്. ഈ ഒരു വർഷക്കാലം ഈ നമ്മുടെ എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയാണ് അവർ സൂക്ഷിക്കുന്നത്. ഈ ഭഗവാന്റെ വരച്ച ഇത് സൂക്ഷിക്കുക നമ്മുടെ എല്ലാവർക്കും, ഈ കേരളത്തിലുള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നതിൻ്റെ ഒരു വിശ്വാസത്തിനാണ് അവിടെ സൂക്ഷിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഇപ്പം വലിയ VIP വരുമ്പോഴത്തേക്ക് ഒരു ഗിഫ്റ്റായിട്ട് അതൊക്കെ കൊടുക്കാറുണ്ട് ഓരോ വർഷം കഴിഞ്ഞതിന് ശേഷം. അതുപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു അറ്റത്തായിട്ട് കുഞ്ചലം. അതെങ്ങനെയാണ്? അത് ഇവിടെ തന്നെയാണോ? അതിന്റെ നമ്മുടെ സെൻട്രൽ ജയിലിലാണ് തടവുള്ളികളാണ് ആ കുഞ്ചലം ഉണ്ടാകുന്നത്. കാരണം അവരും ഇതുപോലെ 40 ദിവസത്തെ വ്രതമെടുത്താണ്. അവരുടെ ഈ പറഞ്ഞ പോലെ തെറ്റ് അറിഞ്ഞുകൊണ്ടാരും ചെയ്യാറില്ലല്ലോ. അതൊക്കെ വരുന്നതായിരിക്കാം. അതിനൊരു ഇത് വരാൻ വേണ്ടിയാണ് ഇതൊക്കെ അതും വർഷങ്ങളായിട്ട് അവിടെ തന്നെയാണ് ചെയ്യുന്നത്. അതിനെന്തെങ്കിലും ചടങ്ങോ അവിടെ അങ്ങനെ? കാരണം ജയിലാണ് അത്. അന്ന് മുതലേ തിരുവിതാംകൂർ ആ ഒരു സമയത്തുള്ള ഒരു ഇത് ഇന്നും അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ അവിടെ പോയാണ് വാങ്ങുന്നത്. ഈ കുഞ്ചലം വാങ്ങുന്നത് കുഞ്ചലം അവിടെ നിന്നാണ് വാങ്ങുന്നത്. അവിടെ നിന്ന് വാങ്ങിയാണ് അവിടെ കൊണ്ടുപോയിട്ടാണ് അവിടെ നിന്നാണ് പിന്നെ കിട്ടുന്നത്. ഇതുപോലെ തന്നെ കഠിന വ്രതം തന്നെയായിരിക്കും അവരും അത്രയും ദിവസം. അവരും കഠിന വ്രതമായിരിക്കും. അത് അങ്ങനെയുള്ളവർ സെലക്ട് ചെയ്യും. അവിടെ ഈ മതം അവിടെ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും അത് ഒരുപാട് എല്ലാ മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ മതത്തിലുള്ളവരും ചെയ്യുന്നത്. അതൊരു വലിയൊരു ഇത്. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. കാരണം കഠിന വ്രതമാണ്. അതുപോലെ വില്ല് ചെയ്യുന്നെങ്കിൽ തന്നെ വിശ്വകർമ്മ ആ ഒരു ഇതിൽ പെട്ടവർ മാത്രമേ ചെയ്യുള്ളൂ എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. അവിടെ അവരാണ് അവര് തന്നെയാണ് ചെയ്യുന്നത്. എത്ര വർഷമായിട്ടാണ് ഇത് മിഴി തുറക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്? എനിക്ക് 57 വയസ്സായി. ഞാനൊരു 15 വയസ്സ് കൊണ്ട് തുടങ്ങിയതാണ്. 15 വയസ്സ് മുതൽ.
ഇത് ഇപ്പം ജ്യേഷ്ഠ അനിയന്മാര് സഹോദരങ്ങളാണ് ഇത് ഇത്രയും ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇപ്പം എന്താണ് മരത്തിൻ്റെതായിരുന്ന പോലും അത് ഇവിടെ തന്നെയാണോ ഈ ഒരു അത് പ്രത്യേക ഒരു വള്ളത്തിന്റെ ഒരു ഷേപ്പിലാണ് അത് വരുന്നത്. അപ്പൊ അത് ഇവിടെ തന്നെയാണോ അതിന്റെ? നമ്മുടെ ഒരു മാമൻ, നമ്മുടെ വൈഫിന്റെ അച്ഛനാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നത്, വേറെ വെളിയിലായിട്ടൊന്നും പോകുന്നില്ല. പോയി കഴിഞ്ഞിട്ട് പിന്നെ അതൊരു ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അതുകൊണ്ട് ഇവിടെ ഇതിനകത്ത് തന്നെ എല്ലാം നിൽക്കുന്നുണ്ട് എല്ലാ ഇതിലും. അതുപോലെ ആരെങ്കിലും ഒക്കെ ഇപ്പം പഠിക്കണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഫോറിനേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ ഒരുപാട് പേര് ഇപ്പം എനിക്ക് നമ്മുടെ നാട്ടിലേക്ക് ഒന്ന് ഓരോ നമ്മുടെ കലാരൂപമായിരുന്ന പോലെ അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ വരാറുണ്ടോ? ഒരുപാട് പേര് വരുന്നുണ്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അവര് ഇത് ഈ ചിലപ്പം ഇതിന്റെ കുറിച്ചുള്ള പഠിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നുണ്ട്, ഓണവില്ലെന്നും പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് വരുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ജ്യേഷ്ഠൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളി ഒരു മുത്തച്ഛനെ കണ്ടു. അപ്പോൾ പറഞ്ഞതാണ് മാറോട് ചേർത്ത് നിർത്തുന്ന രീതിയിലുള്ള ഒരു വില്ല് ചെയ്യണം എന്നുള്ളത്. അതെങ്ങനെയായിരുന്നു അതിൻ്റെ കണക്ക്? അല്ലെങ്കിൽ ആ വില്ല് അങ്ങനെ ഒരു വില്ല് ഉണ്ടായത് തന്നെ സാറിൽ നിന്നാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? അതെ, അതിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും സ്വപ്ന ദർശനത്തിലുണ്ടാവണം. എല്ലാ കാര്യങ്ങളും, മിക്ക കാര്യങ്ങളും അതൊരു ഗിഫ്റ്റ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഇതൊരു 10 അങ്കുലം. അപ്പൊ ഞങ്ങളിപ്പോ അങ്കുല കണക്കാണല്ലോ ചെയ്യുന്നത്. അപ്പം നല്ലൊരു കണക്ക് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് 10 അങ്കുലം കണക്കിയാണ് ഇപ്പം ഇത് ഉണ്ടാക്കിയത്. അപ്പൊ അന്ന് പറഞ്ഞ ഒരു കാര്യം, ഞാനൊരു 10 അങ്കുലം നമുക്ക് ഇടാം. അപ്പൊ ഈ മാറോട് എന്നുള്ളത് നമുക്കറിയില്ല, നമുക്കത് അറിയില്ല. പക്ഷെ കറക്റ്റ് ആയിരുന്നു. 10 അങ്കുലം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഇപ്പം വലിയ ബില്ലിന്റെ ആ ഭഗവാനെ വരയ്ക്കുന്നത് ആ അളവെല്ലാം വന്ന് ചേരുന്നതാണ്. കാരണം അത് ഇപ്പൊ പറഞ്ഞു, അത് മാറോട് അണയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലാതെ തന്നെ ആ ഒരു കറക്റ്റ് അതേ കണക്കിൽ തന്നെ അത് വന്നു എന്ന് പറയുമ്പോ അതൊരു എല്ലാം വന്ന് ചേരുന്നതാണ്. എല്ലാം ഭഗവാൻ അത്രയും അർപ്പിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത് എല്ലാം ഭഗവാൻ തന്നെ വഴികാട്ടിയാണ്, നമുക്ക് വഴികാട്ടി തരുന്നില്ല. എല്ലാം അത് ഒരുപാട് കാര്യങ്ങളുണ്ടാവുന്നുണ്ട്. ആ സ്വപ്നത്തില് ഭഗവാൻ തന്നെ അറിയിച്ചതാണ് ഈ മിക്കതും അങ്ങനെയാണ് വരുന്നത്. നമ്മുടെ ഓണവില്ല് സമർപ്പിക്കുന്നതിൻ്റെ ഇവരൊരു കുടുംബം തന്നെയാണ്. ജ്യേഷ്ഠാനുജന്മാരായിട്ടാണ് ഈ ഓണവില്ല് നിർമ്മിക്കുന്നതും ഇത്രയും ദിവസം കഠിനമായിട്ടുള്ള വ്രതങ്ങളും എല്ലാം അനുഷ്ഠിച്ചാണ് ഇവർ അത്രത്തോളം വിശുദ്ധിയോടുകൂടിയാണ് ഓരോ ഓണവില്ലും ഭഗവാന് സമർപ്പിക്കുന്നത്. അതിൽ ഏറ്റവും ഇളയ അനുജൻ്റെ അടുത്ത് അതിൻ്റെ ഒരു വിശേഷങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. നമസ്കാരം സാർ. ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫിനിഷിങ് സ്റ്റേജിലാണ്. അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ചടങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നത്? ആചാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത് 6 തരം വില്ലുകളാണ്. അതിലെ ആദ്യത്തെ വില്ല് നമ്മുടെ ഭഗവാൻ പത്മനാഭൻ്റെ ഉദരത്തിൽ ചാർത്തുന്ന വില്ല് ഭഗവാന്റെ വില്ലതാണ്. അനന്ത പത്മനാഭ ശയനം കൊണ്ട് ഇരിക്കുന്ന വില്ലാണ്. അതിന് വീരശയനം എന്നാണ് പറയുന്നത്. അതാണ് ഭഗവാൻ സമർപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് വന്നിട്ട് നരസിംഹമൂർത്തിക്ക് ദശാവതാര വില്ലാണ് സമർപ്പിക്കുന്നത്. അതിൻ്റെ മെയിൻ പ്രതിഷ്ഠയായിട്ട് ഞങ്ങൾ കണ്ടു വരയ്ക്കുന്നത് നരസിംഹമൂർത്തിയാണ്. അങ്ങനെ നരസിംഹമൂർത്തിക്കാണ് അത് സമർപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണലീലയുടെ വില്ല് ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തിലാണ് ചാർത്തുന്നത്. അതുപോലെ അയ്യപ്പൻ്റെ അവിടെ
ശാസ്താവിന്റെ വില്ല് സമർപ്പിക്കും. വിനായകന്റെ ഇവിടെ വിനായകന്റെ അങ്ങനെ 6 തരം വില്ലുകളാണ് സമർപ്പിക്കുന്നത്. ഓരോ ജോഡിയായിട്ടാണ് കാരണം ഭഗവാന്റെ 2 ഉദരത്തിൽ 2 ഈ ഭാഗത്ത് 2 ഇങ്ങനെ ചാരി വരച്ചു കൊണ്ടുപോകുന്ന വില്ല് ഭഗവാന്റെ ഉദരത്തിൽ ചാരിയാണ് വെക്കുന്നത്. അതുപോലൊരു ഭാഗ്യം ഇല്ല. അല്ല, അത് എനിക്ക് തോന്നുന്നു അത് എല്ലാവരും പത്മനാഭന് വില്ല് സമർപ്പിക്കുന്നു എന്ന് മാത്രമേ അറിയാം. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഓരോ ഇതായിട്ട്, അതായത് പത്മനാഭന് മാത്രമല്ല വിനായകനും എല്ലാ വിഗ്രഹങ്ങളിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള എല്ലാ വിഗ്രഹത്തിലും ഇത് ചാർത്തുന്നുണ്ട്. തിരുവോണത്തിന്റെ ഞങ്ങൾ കൊണ്ടുപോകുന്ന വില്ല് തന്നെയാണ് അവിടെ ചാർത്തി ഭഗവാന്റെ ദേഹത്തെ ശരീരത്തോട് ചേർത്ത് നിർത്തുന്ന. അതുപോലെ അത് 3 ദിവസം തന്നെയാണ് തിരുവോണം അവിട്ടം ചതയം 3 ദിവസം തന്നെയാണ് എല്ലാ വിഗ്രഹത്തിലും. ചതയം വരെ ആ വില്ലെടുക്കത്തില്ല, അത് ചതയം വരെ സൂക്ഷിക്കും. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണ് ആ വില്ലെടുത്ത് കൊട്ടാരത്തിൽ, തിരുവിതാംകൂർ രാജകുടുംബ കൊട്ടാരത്തിലാണ് കൊണ്ടുപോകുന്നത്. ആ കൊട്ടാരത്തിൽ ഇത് അവരുടെ അവരുടെ പൂജാമുറി അവിടെ വച്ച് 1 വർഷം സൂക്ഷിക്കുന്നതിൻ്റെ ഇത് പറയുന്നത് നമ്മുടെ നാട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടി വിശ്വകർമാക്കൾ ചെയ്തു കൊടുക്കുന്ന ഒരു വാസ്തു ശില്പമാണിത്. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ രാജ്യത്ത് വേറെ ഒരു കഷ്ടതകളും വരാതിരിക്കാൻ വേണ്ടി വിശ്വകർമാക്കൾ ചെയ്തു കൊടുക്കുന്ന ഒരു വാസ്തു ശില്പമാണിത്. അതുകൊണ്ടാണ് ഇത് വീട്ടിൽ വാങ്ങിച്ചു വെക്കുമ്പോൾ കാര്യങ്ങളും ഉണ്ട്. ഇതിന്റെ കണക്കും കാര്യങ്ങളും എല്ലാം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അന്നത്തെ കാലത്ത് രാജകൊട്ടാരം അവരാണല്ലോ രാജ്യം ഭരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവര് നന്നായിരുന്ന രാജ്യം നന്നായി. അപ്പൊ അതുകൊണ്ട് അതാണ് അതിന്റെ ഒരു എന്താ പറയാ, ഒരു സയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ അവിടുന്ന് പിന്നെ വിശിഷ്ട വ്യക്തികൾ കൊട്ടാരത്തിൽ വരുമ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഈ വർഷം സമർപ്പിക്കുന്ന വില്ല് അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും അവിടെ വരുന്ന വിഷയം, അതായത് ചെറിയ ആൾക്കാരല്ല, വലിയ വലിയ ആൾക്കാർ, അവർക്ക് ഇത് പ്രസാദമായിട്ട് കൊട്ടാരത്തിൽ നിന്ന് കൊടുക്കും. അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവയ്ക്കുന്ന പലർക്കും ഉണ്ടായ അനുഭവത്തിൻ്റെ പുറത്താണ് ഇത് വാമൊഴിയിലൂടെയാണ് ഇത് ഇത്രത്തോളം വില്ലുകൾ ആൾക്കാർക്ക്, നമ്മുടെ ഭക്തജനങ്ങൾക്ക് ഇത് ആവശ്യമായിട്ട് വരികയും അത് ഞങ്ങൾ ചെയ്തു. അത് ഭഗവാന് ചാർത്തുന്ന അതേ നിഷ്ഠയും അനുഷ്ഠാനത്തോടു കൂടി തന്നെയാണ് എല്ലാ വില്ലും ചെയ്യുന്നത്. അത് ഭക്തർക്കൊന്ന് ഭഗവാനൊന്ന് അങ്ങനെയില്ല, ഒരേ കണക്കിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടുവയ്ക്കുന്ന ഒരു വീട്ടിൽ അത്രയും ഐശ്വര്യം ഉണ്ടാവണം എന്ന്. അതിൻ്റെ വേറൊരു ഇത് പറഞ്ഞില്ല, ഒരു വിശ്വകർമാവിൻ, അതായത് ഞങ്ങൾ ഈ വിശ്വകർമാക്കളുടെ ഏറ്റവും ഒരു ഗുണം അല്ലെങ്കിൽ ഒരു അത് ആർക്കും പറഞ്ഞില്ലാത്ത, എന്ത് പണി ചെയ്താലും അവർ നന്നാവണം എന്ന് പറഞ്ഞാണ് ചെയ്യത്തുള്ളൂ. മനസ്സിലായില്ലേ? വീടിൻ്റെ വാസ്തു നോക്കിയാലും അവിടെ ഒരു ചെറിയൊരു കഥ കിട്ടാൽ പോലും അവർ നന്നായിരിക്കണം എന്ന് പറഞ്ഞ് ചെയ്യുന്ന, അതായത് നമ്മുടെ ഐശ്വര്യം കൊടുത്ത് നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണ്. അത് ലോകത്ത് ഇല്ല, വേറെ അല്ലേ? ഏത് ജോലിയായാലും ശരി. പക്ഷേ നമ്മൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ നന്നാവണം എന്ന് ആഗ്രഹിച്ച്, അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച് നമ്മുടെ ഐശ്വര്യം കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വകർമാക്കൾ പൊതുവെ പറയപ്പെടുന്നത് ഇത്തിരി ദാരിദ്ര്യമാണ്. കാരണം നമ്മുടെ ഐശ്വര്യം കൊടുത്താണ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കില്ല. അപ്പോൾ അവര് നന്നാവണം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഐശ്വര്യം ഷെയറിംഗ് ആണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ ഐശ്വര്യം കുറയുമ്പോൾ നമ്മൾ ഐശ്വര്യം ഉണ്ടാക്കിയെടുക്കണം. അതാണ് അതിൻ്റെ ഒരു സർക്കിളായിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇപ്പോൾ ഇത് വെച്ചാൽ വീട്ടിൽ ഐശ്വര്യം വരും എന്നുള്ളൊരിതുണ്ട്. ആരെങ്കിലുമൊക്കെ വരാറുണ്ടോ അങ്ങനെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചോണ്ട്? ഒരുപാട് പേര് വിളിച്ചു പറയുന്നത് കരഞ്ഞുകൊണ്ടാണ്. കാരണം കല്യാണം നടക്കാത്ത, എത്രയോ വർഷം കൊണ്ട് കല്യാണം നടക്കാത്തവർക്ക് പട്ടാഭിഷേകം, ഓരോന്നിനും ഓരോ ഇത് പറയുന്നുണ്ട്. പട്ടാഭിഷേക വില്ല് വാങ്ങിച്ചു വയ്ക്കുന്നത് കല്യാണം നടക്കാത്തവർക്ക് കല്യാണം നടക്കാനും, പിതൃദോഷം, അതായത് നമ്മൾ ഇപ്പം ഓരോരുത്തർ ഓരോ രീതിയാണ്. അപ്പോൾ ഈ പിതൃക്കൾക്ക് പിതൃകർമ്മം ചെയ്യാത്തതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ പറയുമ്പോൾ ഇത് അന്ധവിശ്വാസമാണെന്നൊക്കെ പറയും, പക്ഷെ എങ്കിലും പറയാനുള്ളത് പറയുക, ഏറിക്കിടക്കും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് പിതൃദോഷം മാറാൻ വേണ്ടി ഭഗവാന്റെ പട്ടാഭിഷേക വില്ലാണ്. പിന്നെ ശ്രീകൃഷ്ണലീല കുഞ്ഞുങ്ങളില്ലാത്തവർക്കും, ബാലാരിഷ്ടത കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുന്നവർക്കും ഇത് ഭഗവാന്റെ ശ്രീകൃഷ്ണലീല നേർന്ന് വീട്ടിൽ കൊണ്ടുവയ്ക്കാറുണ്ട്. അതും മാറുന്ന ഒരുപാട് പേര്, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് എത്രയോ പേർക്ക്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ വാമൊഴിയിലൂടെ മാത്രമേ ഇത് നമുക്ക് അങ്ങോട്ടും എനിക്കൊരു പുതിയ ഇൻഫർമേഷൻ ആണ്. കാരണം നമുക്ക് ആർക്കും അങ്ങനെ അറിയില്ല. ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഇല്ലാത്തവർക്ക് ഇങ്ങനെ വാങ്ങിച്ചു വെക്കുന്നു എന്നും, അല്ലെങ്കിൽ കല്യാണം കല്യാണം നടക്കാത്തവരോടൊപ്പം നേർന്നിട്ടാണ് ഇവിടെ വന്ന് അത് പറയുന്നു, അത് ചെയ്ത് വാങ്ങുന്നു, കൊണ്ടുവന്നു. അവർ
ശരിക്കും അതൊരു വലിയ സംഭവമാണ്. നമ്മളിത് ഇതായിട്ട് പറയുന്നതല്ല, അത് അനുഭവമുള്ളവരാണ് പറയുന്നത്. അല്ല, അതിൽ അനുഭവം കിട്ടിയവര് തീർച്ചയായിട്ടും വന്നിട്ടുണ്ടോ? ഒരുപാട് വരും വന്ന്. അതാണ് പറയുന്നത്, വന്ന് അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷത്തിന്റെ അങ്ങ് അറ്റമാണ്. കാരണം നമ്മളിലൂടെ ഒരാൾക്കൊരു ഇത് സംഭവിക്കാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമല്ലേ. നമ്മുടെ കർമ്മം ചെയ്ത കർമ്മത്തിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒരു വലിയ, എല്ലാം ഭഗവാനാണ്, നമ്മളല്ല, എല്ലാം. കാരണം ഈ കുടുംബത്തിൽ ജനിക്കുക, ഈ ഒരു കർമ്മം ചെയ്യാൻ പറ്റുക, അതൊക്കെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. കുടുംബത്തിൽ ജനിക്കുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഇതുപോലെ. തീർച്ചയായിട്ടും. അതുപോലെ ഇത് വരയ്ക്കാനുള്ള ഞങ്ങൾ ആരും പഠിച്ചതല്ല, ഇതെല്ലാം ഭഗവാൻ തന്ന ഗിഫ്റ്റാണ്. ഈ വരയ്ക്കുന്ന ഇതെല്ലാം ആരും പഠിച്ചിട്ടില്ല. അതുപോലെ ഇനിയിപ്പോ അടുത്ത പഠിക്കും മീൻസ് നമ്മളെ കൂടെ വന്നിരുന്ന് ഓരോ കളറായിട്ട് എന്റെ മകള്, അവള് UKG ആണ്, ഇതിനകത്ത് കളർ ഇടും. ജ്യേഷ്ഠന്റെ മക്കള് എല്ലാവരും നേരത്തെ ഇവിടെ ഇരുന്ന മൂത്ത ജ്യേഷ്ഠന്റെ മകൻ അനന്തപത്മനാഭൻ, അദ്ദേഹവും വരയ്ക്കും. അതാണ് പറഞ്ഞത്, ഇതൊന്നും നമ്മൾ ആരും ഒരു ഇതായിട്ട് പഠിച്ചതല്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചതല്ല, ഇത് നമ്മുടെ ഭഗവാൻ തന്ന ഗിഫ്റ്റ്, അത് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാ ഒരു എന്തൊരു ചെറിയ ഭഗവാനായിരുന്നാലും എല്ലാം ഒരു ബിസിനസ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ, എല്ലാം ബിസിനസ് എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മണ്ടന്മാരെന്നുള്ള രീതിയിലാണ് എല്ലാവരും കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനൊരു സാധ്യത ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇതൊരു വലിയ മിഷനറി ഇറക്കി നിങ്ങൾക്ക് ഇത് പ്രിന്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്ത് വരുന്ന എന്നുവെച്ചാൽ ഇത് ഒരുപാട് അപ്പൊ അങ്ങനെ ചെയ്യാത്തത് ഞങ്ങളിനി പട്ടിണി കിടന്നാൽ പോലും ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. കാരണം ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് ഇത്രയും റിസൾട്ട്. മറ്റത് കലണ്ടർ ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നു, ഞങ്ങൾ ഇനി എന്ത് പ്രശ്നം വന്നാലും ശരി ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. അതായത് ഞങ്ങളെ മനസ്സും ഞങ്ങളുടെ പ്രാർത്ഥനയും നമ്മുടെ എല്ലാമാണ് ഒരു വില്ല് തീരും. മനസ്സിലായില്ല? എന്നുവെച്ചാൽ അതങ്ങനെയാണ്. അല്ലാതെ നമ്മൾ ഇതിൽ വേറൊരു കള്ളത്തനം കാണിച്ച് അങ്ങനെ പൈസ വേണ്ട. അല്ല, അതുമല്ല, ഒരു ദിവസം കൊണ്ട് എനിക്ക് 4 വില്ല് മാക്സിമം 3 വില്ല്, അതിൽ കൂടുതൽ തീർക്കുന്ന കാര്യം വലിയ മിഴി തുറക്കുന്നത് തന്നെ ഒരെണ്ണം കൂടെ ആയാൽ അത് 4 3 തീരും. 3 മിഴി തുറന്നു ഒരു ദിവസം തീരും. ഞങ്ങൾ ഇത്രയും പേര് പാടുപെട്ട്, അതായത് പാട് മീൻസ് ചെയ്ത് ഫിനിഷിംഗ് സ്റ്റേജിൽ ഒരു 3 വില്ല് തീരും. പിന്നെ ഒരുപാട് ആൾക്കാരെ വെച്ച് വരയ്ക്കാൻ പറയുന്നുണ്ട്. ആൾക്കാർ ഇതിപ്പോൾ എല്ലാവർക്കും കിട്ടാത്തതുണ്ട്, മീൻസ് നമ്മൾ ഭക്തജനങ്ങളല്ല, അല്ലാത്തൊരു ഒരുപാട് പേരെ ആൾക്കാർ. ഈ ഒരുപാട് ആൾക്കാരെന്ന് പറയുന്നത് രാവിലെ 10 മണിക്ക് വരും, വൈകുന്നേരം 4 മണിക്ക് പോകും. അവരെന്ത് ചെയ്യും? അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, എന്താണ് സംഭവം ഇത് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അത്രയും ശുഷ്കാന്തിയോടും നമ്മൾ അല്ലെങ്കിൽ തന്നെ അത് തട്ടിക്കേക്കാൻ നമ്മുടെ ജ്യേഷ്ഠന്മാരുണ്ട്, കുടുംബത്തിലെ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതെല്ലാം ത്യജിച്ച് നമ്മുടെ ശരിക്കും പറഞ്ഞ സുഖ സൗകര്യങ്ങളെല്ലാം ത്യജിച്ച് ഭഗവാൻ 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 അത് മാത്രം